ഹൈ ഓൾ, വെൽക്കം ടു ഹൈംസ് അക്കാഡമി. അങ്ങനെ നമ്മൾ കാത്തിരുന്നു. നമ്മുടെ സെറ്റ് എക്സാം കഴിഞ്ഞു. പേപ്പർ 1 വളരെ സിമ്പിളായിരുന്നു. ചില സെക്കൻഡ് പേപ്പറൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ കൊമേഴ്സ് അങ്ങനെയൊക്കെ അതൊക്കെ നല്ല സിമ്പിളായിട്ടുള്ള എക്സാം ആയിരുന്നു. അപ്പോൾ വളരെ നല്ല രീതിയിൽ കുട്ടികൾക്ക് ആൻസർ ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ്. നമ്മളുടെ ക്ലാസ്സുകൾ എന്ന് പറയുന്നത് നമ്മളുടെ ആപ്പിലൂടെ നമ്മൾ ആദ്യമേ റെക്കോർഡായിട്ടുള്ള സെക്ഷൻസ് കൊടുക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഫിലോസഫി ആണെങ്കിൽ ഫിലോസഫിയുടെ ഏരിയാസ് ആദ്യമേ നമ്മളിപ്പോൾ ഒരു 2 വീക്സ് നമ്മൾ റെക്കോർഡ് സെക്ഷൻ ചെറിയ ചെറിയ ടോപ്പിക്സ് ആയിട്ട് നിങ്ങൾക്ക് ഒരു 15 മിനിറ്റ്സ് മാത്രം മതി അത് കവർ ചെയ്ത് പോകാനായിട്ട്. എന്നാൽ അത് കഴിയുമ്പോഴത്തേന് അത് കഴിഞ്ഞ് വരുന്ന സാറ്റർഡേ മോർണിംഗ് ഒരു 4 മണി തൊട്ട് 6 വരെ വരുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ ലൈവ് ആയിരിക്കും. നിങ്ങൾ അത് എഴുന്നേക്കാൻ പാടൊന്നും ഓർക്കണ്ട. കുറച്ച് ദിവസം കഴിയുമ്പോൾ അങ്ങ് സെറ്റാവും. സാറ്റർഡേസിൽ മാത്രം മതിയല്ലോ. അപ്പോൾ ആ സാറ്റർഡേ നമ്മൾ അതിൻ്റെ ലൈവ് എടുക്കുന്നു. ലൈവിലൂടെ നമ്മൾ ആ 2 ആഴ്ച കണ്ട മുഴുവൻ ടോപ്പിക്സും ഒരു സ്റ്റോറി പോലെ നിങ്ങളുടെ തലയിലാക്കി തരും. അപ്പോൾ കൃത്യമായിട്ട് നമുക്കത് പഠിക്കാനായിട്ട് പറ്റും. ദെൻ അത് കഴിയുമ്പോൾ അതിൻ്റെ റെക്കോർഡ് പ്ലസ് PPT നിങ്ങൾക്ക് തരും. ദെൻ അതിൻ്റെ എക്സാം മൺഡേ നമ്മൾ നടത്തുന്നു. ദെൻ അടുത്ത ടോപ്പിക്കിലേക്ക് പോകുന്നു. ദെൻ അവസാനത്തെ ആ ഒരു 2 മന്ത് വിഷനിൽ നമ്മൾ എല്ലാ ഏരിയയും വീണ്ടും ലൈവായിട്ട് തന്നെ എടുക്കും. നിങ്ങൾക്ക് നന്നായിട്ട് നിങ്ങൾ സെറ്റാവും. അതാണ് നമ്മൾ കുട്ടികൾ ഇത്രയും കോൺഫിഡൻ്റ് ആയിട്ട് എക്സാം അറ്റൻഡ് ചെയ്യുന്നത്. 100-ൽ കൂടുതൽ മാർക്ക് ഇത്തവണ ജൽ പേപ്പറിന് മാത്രം കിട്ടുമെന്നാണ് അവർ പറയുന്നത്. അത്രയും നല്ല രീതിയിൽ നമ്മളത് കവർ ചെയ്ത് പോകുന്നുണ്ട്. ദെൻ അതുപോലെ തന്നെ നമ്മൾ അവസാനം കൊടുത്ത ഷോർട്ട് നോട്ടുകൾ അതിൽ നിന്ന് അതേപടിയാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചത്. അവസാനം നമ്മൾ എക്സാമിന് ആ ഒരു വീക്ക്, അതായത് നേരത്തെ കൊടുത്തു പോയതാണ്, വീണ്ടും അതിൻ്റെയൊക്കെ ഷോർട്ടാക്കി നമ്മൾ എക്സാം തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് നോക്കാവുന്ന രീതിയിൽ കൊടുക്കും. അതിൽ നിന്നൊക്കെ അതേപടി ക്വസ്റ്റ്യൻസ് ചോദിച്ചുള്ളൂ. അതിൻ്റെ എക്സാമ്പിൾസ് ഒക്കെയാണ് ഈ കിടക്കുന്നതൊക്കെ. അപ്പോൾ നല്ല രീതിയിൽ നിങ്ങൾ ആരെങ്കിലും അടുത്ത തവണ എക്സാം എഴുതാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഹൈംസ് അക്കാഡമിയിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. നമ്മൾ വെറുതെ ഒരു ആഡിന് വേണ്ടി പറയുന്നതല്ല. ഇന്ന് കേരളത്തിൽ നിങ്ങൾക്ക് കൊടുക്കുന്നത് സെറ്റ് എക്സാമിൻ്റെ കോച്ചിങ്ങിൽ 100% ഡെഡിക്കേഷൻ ഇടുന്ന ഒരു കോച്ചിങ് സെൻ്ററാണ് നമ്മൾ. കാരണം അത്രയും നിങ്ങൾ 100% ഡെഡിക്കേഷൻ എന്ന് കാണുമ്പോൾ അത്രയും ഒരു എഫേർട്ട് നിങ്ങൾ യൂട്യൂബിലുള്ള ആ ഒരു കാഴ്ച മാത്രമല്ല, അതിലും 100 ഇരട്ടി എഫേർട്ട് നമ്മുടെ ക്ലാസ്സുകൾ നമ്മൾ കൊടുക്കാറുണ്ട്. അപ്പം നിങ്ങൾക്ക് വളരെ കുറഞ്ഞ ഫീസിൽ ഏറ്റവും മികച്ച കോച്ചിങ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഹൈംസ് അക്കാഡമിയിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ്, അല്ലെങ്കിൽ നമ്മുടെ പാസ് മാർക്ക് എത്രമാത്രമാണ്, എങ്ങനെയാണ് കണക്കാക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാം. ആദ്യം നമുക്ക് മിനിമം പെർസെൻറ്റേജ് ഓഫ് മാർക്സ് എത്രയാണെന്ന് നോക്കാം. ഇപ്പം കാറ്റഗറി അനുസരിച്ച് നോക്കാം. ജനറൽ കാറ്റഗറിക്ക് പേപ്പർ 1 40%, പേപ്പർ 2 40%, എന്നാൽ ടോട്ടൽ അതായത് അഗ്രിഗേറ്റ് 48% വേണം. OBC പേപ്പർ 1 35%, പേപ്പർ 2 35%, ടോട്ടൽ 45% വേണം. ദെൻ ഡിഫറൻ്റ്ലി ഏബിൾഡ് പേപ്പർ 1-നും പേപ്പർ 2-നും 35 തന്നെയാണെങ്കിലും എന്താണ് അഗ്രിഗേറ്റ് 40% മതി. ഓക്കെ, ഇനി ഇവിടെ എപ്പോഴും നമുക്കൊരു ഡൗട്ട് വരുന്നതാണ്. ഇപ്പം ചിലർക്ക് ജനറൽ കാറ്റഗറിയിലാണെന്ന് ഓർക്കാം. ഇപ്പം 47.98 ഉണ്ട്, അല്ലെങ്കിൽ എന്താണ് അത് ആ ഒരു സമയത്തൊക്കെ വരുമ്പം ചിലപ്പോൾ പാസ് ആവാതൊക്കെ നിൽക്കുന്നതായിട്ട് കാണാം. അപ്പോൾ റൗണ്ട് ചെയ്യത്തില്ലേ? റൗണ്ട് ചെയ്യും. എവിടെയാണ്? അതായത് 0.2 അക്കം വരെ റൗണ്ട് ചെയ്യും നമ്മളുടെ ടോട്ടൽ മാർക്ക് കണക്കാക്കുന്നതിൽ. പക്ഷേ നമ്മളുടെ ഓരോ പേപ്പറിനും പ്രത്യേകമായിട്ട് നമ്മൾ വിജയ ശതമാനം കണക്കാക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ ജനറലിന് 40% അവിടെ ഈ പറയുന്ന റൗണ്ടിങ് ഇല്ല. ഇവിടെ എന്ത് ചെയ്തില്ല, ഇപ്പം 39.78 ആണ് നിൽക്കുന്നതെങ്കിൽ അതൊരിക്കലും റൗണ്ട് ചെയ്തില്ല. അത് അങ്ങനെ തന്നെ എടുത്തിട്ടാണ്, അത് അതേ പെർസെൻറ്റേജിൽ തന്നെ എടുത്തിട്ട് അത് രണ്ടും കൂടെ ടോട്ടൽ ചെയ്യുമ്പോൾ ഈ പറയുന്ന അവിടെ വരുമ്പോഴത്തേന് മാത്രമേ എന്ത് ചെയ്തുള്ളൂ, ഈ റൗണ്ടിങ് ഉണ്ടാവത്തുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? 0 എന്ന് പറഞ്ഞത് 2 അക്കം വരെ റൗണ്ട് ചെയ്താണ് നമ്മുടെ ടോട്ടൽ മാർക്ക് കണക്കാക്കുക. എന്നാൽ ഓരോ പേപ്പറിന്റെയും വിജയ ശതമാനം കണക്കാക്കുമ്പോൾ ഈ പറയുന്ന 0.ത്തിന് ശേഷമുള്ള അക്കങ്ങൾ റൗണ്ട് ചെയ്യത്തില്ല. അത് കൃത്യമായിട്ട് ഓർത്തു വെക്കുക. ആ ഒരു സമയത്തെ ടെൻഷൻ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. then അതുപോലെ തന്നെ ഓർത്തു വെക്കുക, OBC-ക്കാർക്ക് ഈ പറയുന്ന മാർക്കിൻ്റെ അകത്ത് റിഡക്ഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് എന്ത് ചെയ്യണം, അത് സബ്മിറ്റ് ചെയ്തിരിക്കണം. ഇനി നമുക്ക് ഇതിന്റെ പെർസെൻറ്റേജ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? മാർക്ക് സെക്യൂർഡ് ഫോർ പേപ്പർ 1 and 2. അതായത് നമ്മളുടെ പേപ്പർ 1-ന് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന 80 മാർക്കാണ്, പേപ്പർ 2-ന് 80 മാർക്കാണ്. അപ്പോൾ 8 8 16 160 മാർക്കാണ് നമുക്ക് അത് കിട്ടിയിരിക്കുന്ന മാർക്ക്. ഡിവൈഡഡ് ബൈ മാക്സിമം മാർക്ക്. പേപ്പർ 1-ന് മാക്സിമം മാർക്ക് 120, പേപ്പർ 2-ന് മാക്സിമം മാർക്ക് 120, അങ്ങനെ 240. 240-ൽ 160 ഇൻറ്റു 100 എത്ര പെർസെൻറ്റേജ് ആണെന്ന് നമുക്ക് ആ രീതിയിലാണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. ഇങ്ങനെ തന്നെ നിങ്ങളത് നോക്കണം. എങ്കിലാണ് നമുക്ക്, അല്ലെങ്കിൽ ചെറിയ വ്യത്യാസമൊക്കെ വന്നിട്ട് അവസാനം കിട്ടിയെന്ന് ഓർത്തിട്ട് പിന്നെ കിട്ടാതൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വരും. അപ്പോൾ ഈ രീതിയിൽ തന്നെയാണ് നമ്മൾ നോക്കേണ്ടത്. പെർസെൻറ്റേജും 48 എന്ന് പറയുന്നത് ഉറപ്പിക്കണം. അല്ലെങ്കിൽ ഇപ്പം OBC ആണെങ്കിൽ 45 എന്ന് വേണം. ദെൻ ഡിഫറൻ്റ്ലി ഏബിൾഡ് അല്ലെങ്കിൽ SC/ST കാറ്റഗറിയിൽ 40% വേണം. അപ്പോൾ ആ പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന മാർക്ക്, 2 വിഷയത്തിനും കിട്ടിയിരിക്കുന്ന, 2 പേപ്പർ 1-നും പേപ്പർ 2-നും കിട്ടിയിരിക്കുന്ന മാർക്ക് ഡിവൈഡ് ബൈ അഗ്രിഗേറ്റ് മാർക്ക് ഇൻറ്റു 100 ചെയ്താലാണ് നമുക്കതിന് പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഇനി ഒന്നും കൂടെ മനസ്സിലാകുന്ന രീതിയിൽ പറയുകയാണെങ്കിൽ നമുക്ക് ജനറൽ കാറ്റഗറിയിൽ പേപ്പർ 1-ന് 40%, അത് നമ്മൾ ഓൾറെഡി കണ്ടു. 40% എന്ന് പറയുമ്പോൾ 120-ൽ 48 മാർക്ക് വേണം.
മനസ്സിലായോ? 120-ൽ 48 മാർക്ക് വേണം. പേപ്പർ 2 40% ജനറൽ കാറ്റഗറിക്ക് വേണ്ടത്. അത് എത്ര മാർക്കാണ്? സെയിം 120-ൽ 48 മാർക്ക് തന്നെ. അങ്ങനെ വരുമ്പോൾ ടോട്ടൽ നമുക്ക് പറഞ്ഞു 48% മാർക്ക് വേണം. അതായത് 240-ൽ 116 മാർക്കാണ് നമുക്ക് വേണ്ടത്. അഗ്രിഗേറ്റ് എത്രയാണ്? 116. നമുക്ക് 116 മാർക്ക് നമ്മൾ ജനറൽ കാറ്റഗറിക്കാർ സ്കോർ ചെയ്യണം. അടുത്തത് OBC ആണെങ്കിൽ OBC അല്ലെങ്കിൽ നോൺ ക്രീമിലെയോ പേപ്പർ 1-ന് 35% എന്ന് പറഞ്ഞു. ഈ 35% എന്ന് പറഞ്ഞ് 120-ന് 42 മാർക്കാണ്. 120-ൽ 42 മാർക്ക്. പേപ്പർ 2 35% തന്നെയാണ്, അതുകൊണ്ട് 120-ൽ 42 മാർക്ക് തന്നെ. ദെൻ ടോട്ടൽ പക്ഷെ നമുക്ക് വേണ്ട 45%. അപ്പോൾ എത്രയാണ്? 240-ൽ 108 മാർക്ക് വേണം. ദെൻ അടുത്തത് ഡിഫറൻ്റ്ലി ഏബിൾഡ് അല്ലെങ്കിൽ ACST കാറ്റഗറിയിൽ വരുന്നവർക്ക് പേപ്പർ 1-ന് 35%, അതായത് 42 മാർക്ക്. 120-ൽ 42 മാർക്ക്. പേപ്പർ 2-നും 35% തന്നെയാണ്, അതുകൊണ്ട് 120-ൽ 42 മാർക്ക് തന്നെ. പക്ഷേ ടോട്ടൽ അവർക്ക് എത്ര മതി? 40%, അതായത് 96 മാർക്ക് മാത്രം നേടിയാൽ മതി. ഇനിയും ആരെങ്കിലും സെറ്റ് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് എഴുതാൻ, അത് ഒറ്റത്തവണ കൊണ്ട് നേടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മളുടെ 6 മാസത്തെ കോച്ചിങ്ങിൽ തന്നെ നിങ്ങൾ ജോയിൻ ചെയ്യുന്നതായിരിക്കും നല്ലത്. കൃത്യമായിട്ട് ഒരു ചിട്ടയോടുകൂടി പഠിച്ചു പോകാനായിട്ട് പറ്റും. അവസാനമുള്ള ടെൻഷൻ 1 മാസം കൊണ്ടും ഒക്കെ പഠിച്ചെടുക്കുന്നവരുണ്ട്. പക്ഷേ അവസാനത്തെ ആ ഒരു ടെൻഷൻ നിങ്ങൾക്ക് ഒഴിവാക്കാനായിട്ട് നിങ്ങൾക്ക് 6 മാസത്തെ കോച്ചിങ് തന്നെയായിരിക്കും ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ളത്. അപ്പം നമ്മൾ ഒരു പെയ്ഡ് ആടുകളോ ഒന്നും ചെയ്യാറില്ല. നിങ്ങൾ തന്നെയാണ് നമ്മളുടെ പരസ്യം എന്ന് പറയുന്നത്. നമ്മളുടെ പാസ്സായി പോകുന്ന കുട്ടികളാണ് മറ്റുള്ള കുട്ടികളോട് പറഞ്ഞ് നമ്മളുടെ ബാച്ചിലേക്ക് ഒരുപാട് കുട്ടികളെ എത്തിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ തരുന്ന എല്ലാ സപ്പോർട്ടിനും ഒത്തിരി നന്ദിയുണ്ട്. നമ്മളെ കൊണ്ട് പറ്റുന്നതുപോലെ ഇനിയുള്ള മുന്നോട്ടുള്ള ബാച്ചുകളും നല്ല രീതിയിൽ നമ്മളും തിരിച്ച് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. തീർച്ചയായിട്ടും നിങ്ങൾ ആരെങ്കിലും ഈ ഒരു ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. താങ്ക്